വെള്ളപ്പൊക്കത്തിൽ അതുവരെ സദസ്സിൽ നിന്നും ഉയർന്ന ആർപ്പുവിളികളും പാട്ടും ഒരു നിമിഷം നിലച്ചു. നാടകം നടക്കുന്ന സദസ്സിലും പുറത്തും ആസ്വാദകർ തിങ്ങി നിറഞ്ഞു. എല്ലാം നഷ്ടപ്പെട്ട കുരുന്നുകൾ അവരുടെ ജീവിതം തന്നെ അവതരിപ്പിച്ചപ്പോൾ സദസ്സിന്റെയും ഉള്ളൊന്നു വിടഞ്ഞു. ഉരുളെടുത്ത വെള്ളാർമല സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച വെള്ളപ്പൊക്കത്തിൽ നാടകം അത്രമേൽ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റി. അതിജീവനം ഈ ജീവിതം എന്ന് തുടങ്ങുന്ന പാട്ടോടുകൂടിയാണ് നാടകം അവസാനിക്കുന്നത്. നമ്മളെ സ്കൂൾ തിരിച്ചു കിട്ടുമോ എന്നതും നമ്മളെ എന്താ ആർക്കും വേണ്ടാത്ത എന്നും ഈ രാജ്യം നമ്മുടെ കൂടിയാണെന്നും പറയുന്ന രംഗങ്ങൾ വികാര നിർഭരമായി. അഭിനയകലയിലൂടെ അവർ ചേർത്ത് പിടിച്ചത് സ്നേഹം പകർന്ന ആശ്വസിപ്പിച്ച മനുഷ്യരെയാണ്. നാടകത്തിലൂടെ നാടകത്തെക്കാൾ വലിയ ജീവിതകഥയാണ് അവർ പറഞ്ഞതും. തങ്ങൾക്ക് പരിശീലനം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നുവെന്നും ഇപ്പോഴും അന്നത്തെ സംഭവം കണ്ണൂരിൽ മായുന്നില്ലെന്നും അഭിനേതാവായ നിരഞ്ജൻ പറഞ്ഞു. നേരത്തെ ആ സംഭവങ്ങളിലും ഈ നാടകം കളിക്കുമ്പോൾ അതെല്ലാം ഓർമ്മിച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ കളിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഞങ്ങൾക്ക്. കാരണം ഞങ്ങളിങ്ങനെ ഓരോന്ന് സാറിങ്ങനെ പറയുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഓരോന്നിങ്ങനെ ഓർമ്മിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഇപ്പോഴും അത് കണ്ടൊന്നും ആയിരുന്നില്ല. കാരണം ഞങ്ങളിങ്ങനെ അഭിനയിക്കാൻ വേണ്ടി ചെയ്യുന്നതൊന്നല്ല, ഞങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് ഞങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞങ്ങളെ വിഷമം പുറത്ത് കാണിച്ചു കൊടുക്കുക. ഞങ്ങൾ ഒരുമിച്ചായിരുന്നില്ല എല്ലാവരും. ഞങ്ങളിങ്ങനെ ബി ക്ലാസ്, താഴെ 8, 7 അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഒരുമിച്ചായിരുന്നു ഗ്രൗണ്ടിലൊക്കെ ഉണ്ടാവുക, അതുപോലെ ഓരോരോ പ്രോഗ്രാമുകളിലൊക്കെ ഉണ്ടാവുക. ഇവരൊക്കെ അറിയാൻ ആൾക്കാരുണ്ടായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ ഒച്ച കേട്ട് അങ്ങോട്ട് പോകുമ്പോൾ ഫുള്ളൊരു ചെളി. പിന്നെ പിറ്റേ ദിവസത്തോട്ട് അവരൊന്നും വിവരമില്ല. ഇപ്പം എല്ലാരും ഏതാണ്ട് ഓക്കെ ആയോ? സ്കൂളിലെ കുട്ടികളെല്ലാം ഓക്കെ ആയോ? അങ്ങനെ പറയാൻ പറ്റില്ലെങ്കിൽ എന്നാലും ഞങ്ങൾ ഓക്കെയാണ്. അങ്ങനെ പറയാനും പറ്റില്ല. ഞങ്ങൾ ഈ നാടകത്തിലൂടെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ഞങ്ങൾ അതിജീവിക്കുന്നുള്ളതാണ്. ഞങ്ങൾക്ക് വേറെ ആളെ ആവശ്യം വേണ്ട. ഞങ്ങൾ സാറുണ്ട്, സാറുണ്ട്. ഞങ്ങളെന്തെങ്കിലും വിഷമിക്കേണ്ട ആവശ്യം. കേരളം മൊത്തം ഉണ്ട്. തന്നെ എല്ലാവരും ഉണ്ട് ഞങ്ങളോട്. മക്കളെ, ഈ പ്രകൃതി ദുരന്തങ്ങളൊന്നും ആദ്യമായിട്ടല്ലട സംഭവിക്കുന്നത്. അതെല്ലാം അതിജീവിച്ചാരല്ലേ നമ്മളീ മനുഷ്യർ അല്ലേ? ഞങ്ങൾക്ക് ഇവിടെ ഒരു മത്സരത്തിനായിട്ട് ഞങ്ങൾ വന്നതല്ല. കാരണം അറിയാമല്ലോ വെള്ളാർമല സ്കൂളിലുണ്ടായ സംഭവങ്ങൾ. അപ്പോൾ നമ്മൾ ഈ ഭൂമിയിലുണ്ട് എന്നുള്ളൊരു അടയാളപ്പെടുത്തലാണ് ഈ നാടകം. അതിലുപരി ഒരു അതിജീവനത്തിൻ്റെ കഥ കൂടിയാണ്. അപ്പോൾ ഒരുപാട് പേരുടെ സ്നേഹം കിട്ടിയവരാണ് ഞങ്ങൾ ചൂരൽമലക്കാർ. അപ്പോൾ ആ സ്നേഹത്തിന് തിരിച്ചു കൊടുക്കാനുള്ള ഒരു നാടകമാണിത്. ഞങ്ങളെ സ്നേഹിച്ചവർക്ക് ഞങ്ങൾ ഈ സ്കൂളുണ്ട്, വിദ്യാർത്ഥികൾ അതിജീവിച്ചു എന്നുള്ളൊരു സന്ദേശം കൊടുത്തുകൊണ്ട് ഞങ്ങളെ സ്നേഹിച്ചവർക്ക് തിരിച്ചുള്ള ഒരു സ്നേഹം. തകഴിയുടെ വെള്ളപ്പൊക്കത്തിലാണ് നാടകത്തിന്റെ കഥാബീജമെങ്കിലും വെള്ളാർമലയുടെ സ്വന്തം കഥ കൂടി ചേർത്ത് വെച്ച നാടകമായിരുന്നു വെള്ളപ്പൊക്കത്തിൽ. ഓരോ തൊഴിലിനും അതിന്റേതായ പ്രസക്തിയുണ്ടെന്നും ചേറിലാണ് അന്നമെന്നും കാണിച്ചു തന്ന തൊഴിലാളി എന്ന നാടകവും ജീവശ്വാസമായി മാറിയ മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ശ്വാസവും പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റി. മറ്റു നാടകങ്ങളും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടെന്ന് നാടകപ്രേമികൾ പറയുന്നു. അങ്ങനെ സംസ്ഥാന കലോത്സവത്തിലെ നാടകങ്ങൾക്ക് തിരശ്ശീല വീഴുകയാണ്. സന്ദീപ് ബാലകൃഷ്ണൻ, ETV ഭാരത്, തിരുവനന്തപുരം.